ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം ഇന്നലെ ഞാൻ പേഴ്സണലി കുറച്ച് ടെൻഷനായിരുന്നു, മാനസികമായിട്ടും കുറേ ടെൻഷനിലായിരുന്നു. ആ ടൈമിൽ എനിക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ തന്ന വ്യക്തികൾ എൻ്റെ മൊബൈലും എൻ്റെ വാട്സപ്പിലും ഒക്കെ വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ ആ നമ്പറെല്ലാം ഞാൻ ആ വിളിച്ച വ്യക്തിയുടെ, അതായത് എൻ്റെ പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായ ആ വ്യക്തിയുടെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതേ കണക്ക് മാക്സിമം ഒരു അർദ്ധരാത്രിയായി കാണും. ഇതേ കണക്ക് എൻ്റെ മെസ്സഞ്ചർ കോളിൽ ഇതേ കണക്ക് എനിക്കൊരു കോൾ വന്നു. ആ കോൾ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ വ്യക്തിയാണെന്ന് വിചാരിച്ചു ഞാൻ ഈ ഫോൺ എടുക്കുകയും, പക്ഷെ കട്ടായിപ്പോയി. അന്നേരം ഞാൻ ഈ മെസ്സഞ്ചറിൽ പോയി നോക്കി ഇത് ആരാണെന്ന് നോക്കിയപ്പം ഒരു 2022 മുതൽ ഈ വ്യക്തി എൻ്റെ ഫ്രണ്ടാണ് ഓൾറെഡി. കാരണം ഫസ്റ്റ് ഈ പുള്ളി എന്നോട് സംസാരിക്കാൻ വന്നത് എൻ്റെ അപ്പം മരിച്ച സമയത്ത് ഞാൻ ഫോട്ടോ എടുപ്പോൾ ഇത് ആരാണ്, ഫാദറാണോ ചോദിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ ഞാൻ അധികം പുള്ളിയോട് സംസാരിക്കാൻ നിന്നിട്ടില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് എന്നല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ആൻസർ ചെയ്ത് ഞാൻ വിടാറുള്ളൂ. പക്ഷേ ഞാൻ ആ മെസ്സേജ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അയാളുടെ ഒരു നഗ്ന ചിത്രമാണ്. കാരണം ഒരിക്കലും ഒരു സ്ത്രീയെ പാരാത്രിക്ക് വിളിച്ച് കാണിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ഒരു വൃത്തികെട്ട പിക്ചറാണ് അയാൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ ഇട്ടത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ വല്ലാതെ അങ്ങ് ടെൻഷനായിപ്പോയി. കാരണം പാരാത്രിക്ക് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ച സാധാരണ ഞാൻ മെസ്സഞ്ചർ കോളുകൾ അറ്റൻഡ് ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു ആളാണെന്ന് വിചാരിച്ചാണ് ഞാൻ മെസ്സഞ്ചർ കോൾ നോക്കാൻ പോയത്. പാരാത്രി ഉറക്കത്തിലാണ് എഴുന്നേൽക്കുന്നത്. അന്നേരമാണ് ഞാൻ ഇതൊരു കാര്യം കണ്ടത്. കാരണം നിങ്ങൾ ആലോചിക്കുക, സിംഗിൾ എന്നൊരു ഫേസ്ബുക്കിൽ ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ പാരാത്രിക്ക് വിളിച്ച് അനാവശ്യം സംസാരിക്കാനുള്ളതാണോ ഇല്ല അനാവശ്യം കാണിക്കാനുള്ളതാണോ ഈ സിംഗിൾ എന്നിട്ടിരിക്കുന്നതിനുള്ള അർത്ഥം? കാരണം അയാൾക്ക് വൈഫുണ്ടല്ലോ. അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ അയാൾ കാണിക്കുന്ന അയാളുടെ വൈഫിനെയാണ്, ഒരിക്കലും അന്യ സ്ത്രീകളെ അല്ല. അയാൾക്ക് എന്ത് അധികാരത്തിലാണ് എനിക്ക് ആ ഒരു ഫോട്ടോ അയച്ചു തരേണ്ടതൊക്കെ എന്ത് അവകാശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ത് അധികാരം ഉണ്ടായിരുന്നു? ഞാനൊരു സ്ത്രീയാണ്. ഈ പാരാത്രിക്ക് ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീ. ഈ പാരാത്രിക്ക് എനിക്ക് എൻ്റെ മെസ്സഞ്ചറിൽ ഇങ്ങനൊരു ഫോട്ടോ അയക്കാൻ എന്ത് ധൈര്യമാണ് അവനുണ്ടായത്? കാരണം അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീകളെ കാണുമ്പോൾ ഇവർക്ക് എന്താ തോന്നുന്നത്? ഈ പാരാത്രിക്ക് വിളിച്ചിട്ട് ഇവൻ്റെ നഗ്നത കാണിക്കാനുള്ളതാണോ സ്ത്രീ എന്ന് പറയുന്നത്? കാരണം അവൻ്റെ ഫേസ്ബുക്കും വിവരങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യും. കാരണം കൂടുതലും ഞാൻ സൈബർ സെല്ലിൽ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇവൻ്റെ 2 മക്കളെ ഞാൻ അതിൽ കണ്ടു. ഇവന് വൈഫുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും അന്യ സ്ത്രീകളെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു നഗ്നത പ്രകടനം നടത്തി ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് അയാൾ ചെയ്ത ഏറ്റവും വലിയ വൃത്തികേട് തന്നെയാണ്. കാരണം ബസ്സിൽ പോകുമ്പോൾ പെണ്ണുങ്ങളെ കാണിക്കുന്ന അതേ ഫീലല്ലേ ഈ ഫോട്ടോ എടുത്ത് സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക. കാരണം എനിക്ക് അത്രയ്ക്ക് ഞാൻ മെൻ്റൽ പ്രഷർ എടുത്ത് അത്രയ്ക്ക് ലൈഫിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് കിടക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ലൈഫിലേക്ക് അടുത്ത ഒരു ആപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വ്യക്തിയോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുകയോ അവന്മാരായിട്ട് പെരുമാറുകയോ, അല്ലെങ്കിൽ അയാളെ ഞാൻ എൻ്റെ ബോയ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ത്രീയെ കാണിക്കാൻ പാടില്ല. സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും അയാളുടെ നഗ്നത സ്ത്രീകൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് സ്വന്തം ഭാര്യക്കാരും കാണിക്കാൻ പാടില്ല. അത് റൂളുള്ളതാണ്. ഇയാൾ എന്തർത്ഥത്തിലാണ് ഈ വൃത്തികെട്ടവൻ എനിക്ക് ഇത് അയച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് എന്തും വേണ്ടി വിഷമം ഉണ്ടായെന്ന്. അയാൾക്ക് എന്നെ കണ്ടപ്പോൾ എന്താ തോന്നി? ഞാൻ ഇയാളുടെ മ്യൂസിയമാണ്, ഇയാളുടെ ഫോട്ടോസുകളാണ് ഇരിക്കുന്നത് എൻ്റെ ബോക്സിലോട്ട് ഇടാൻ. എന്താ ഞാൻ മ്യൂസിയമാണ്? അല്ല, അറിയണമല്ലോ ഇവന് ഈ കാണിച്ച ചെറ്റത്തര എന്താണെന്ന്. അവനുമില്ലേ പെങ്ങളും അമ്മയും വൈഫും എല്ലാം ഉണ്ടല്ലോ. സ്വന്തം വൈഫിനെ അങ്ങ് പാരാത്രി കാണിച്ചാൽ പോരെ? ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കാണിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുള്ളതാണോ ഇതിൽ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ അവൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇങ്ങനെയുള്ളവന്മാരെ ഫേസ്ബുക്കിൽ തീർച്ചയായിട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. മോശപ്പെട്ട മനുഷ്യരാണ്. എന്നിട്ട് ഞാൻ ഇത് മോർണിംഗിൽ ഒരു മെസ്സേജ് അവൻ എൻ്റെ അടുത്ത് സോറി, അവൻ ചെയ്ത തെറ്റിന് എന്നോട് പറയേണ്ട വാക്കാണ് സോറി. അത്രയും അവൻ്റെ കഴപ്പങ്ങ് തീർന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇത്രയും വൃത്തിയോട് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സൂക്കേടങ്ങ് മാറിയോ? സോറി. പക്ഷെ അത് ഞാൻ വെറുതെ വിടത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാനോ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധങ്ങൾ വെക്കാനോ ഞാൻ തയ്യാറാവുന്നൊരു സ്ത്രീ അല്ല. ഞാൻ കഴിവതും എൻ്റെ കാര്യങ്ങൾ നോക്കി പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാത്രം കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഇവൻ്റെ തുണി അഴിച്ച് കാണിക്കേണ്ട ഒരാളല്ല ഞാൻ. അത് അവൻ്റെ വീട്ടിൽ അവൻ്റെ പെങ്ങളെയോ അമ്മയോ ആരെ വേണമെങ്കിലും കാണിച്ചോട്ട്.
ലോകത്ത് നടക്കുന്ന സ്ത്രീകളെ കാണിക്കരുത്. ഇത് ഇത്രയും പറയുന്നത് വേറൊന്നും വിചാരിക്കരുത്. അത് അത്ര വൃത്തികെട്ട ഒരു പിക്ചർ ആയതുകൊണ്ടാണ് എനിക്ക് അത്രയും ഫീൽ ആയത്. കാരണം എന്നത് കാണിക്കേണ്ട കാര്യങ്ങളില്ല. ഒന്നെങ്കിൽ അവൻ്റെ വൈഫിനെ കാണിക്കട്ടെ, അതിന് മര്യാദയുണ്ട്. അതുപോലെയാണ് കണ്ട പെണ്ണുങ്ങളെ കാണിക്കാന്ന് വെച്ചാൽ മോശമല്ലേ? അത് നിങ്ങൾ തന്നെ പറഞ്ഞു, മോശമാണോ ഇല്ല നിങ്ങൾ തന്നെ പറ. ഇവൻ എന്താണ് ശിക്ഷ മേടിച്ച് കൊടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ഞരമ്പന്മാർ എന്തിനാണ് ഫേസ്ബുക്കിൽ കയറി ഇരുന്ന് സിംഗിളാന്നൊരു കാരണം അപ്പോൾ അവിടെ റിക്വസ്റ്റ് അയച്ചേക്കും. പിന്നെ അവരുടെ കുടുംബ വിവരവും കാര്യങ്ങളെല്ലാം തിരക്കി രാത്രി. ഇതിനു മുമ്പ് അവൻ എന്തൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, പക്ഷെ അതവന് ഇത് ചെയ്തിട്ടിരിക്കുക, ഞാനത് കണ്ടിട്ടില്ല. ഞാൻ പിന്നാണ് ആ പ്രൊഫൈൽ മൊത്തം ചെക്ക് ചെയ്യുന്നത്. ഇത്ര ബോറിനായ ഒരു മനുഷ്യനെ കണ്ടാൽ എന്ത് സിമ്പിളാണ്. കുറേ സെലിബ്രിറ്റിയൊക്കെ അവൻ്റെ ഫ്രണ്ടാണ്. ഈ നാണം കെട്ടവൻ്റെ കുറേ ഫ്രണ്ട്സ് അവനുണ്ട്. സെലിബ്രിറ്റീസിനെ ഇതിൽ അവൻ്റെ കോമൺ ഫ്രണ്ട്സ് കുറേ ഉണ്ട്. കാരണം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഓൾറെഡി ഇത് ഇടും. അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇടാൻ കാരണം ഇങ്ങനെയുള്ള അവന്മാരെ ലോകത്ത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഞരമ്പിൻ്റെ രോഗം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രി പോയി കിടന്ന് മരുന്ന് മേടിച്ച് കഴിച്ച് തീർക്കുക. അല്ലാതെ പാരാത്രിക്ക് വല്ല വെള്ളവും മേടിച്ച് അടിച്ചു വെച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പുറത്തല്ല അവൻ തീർക്കേണ്ടത്. ഈ പെണ്ണുങ്ങളുടെ പുറത്തല്ല മെസ്സേജ് അയച്ച് തീർക്കേണ്ടത്. ഇവൻ എന്ത് ഫ്രോഡായിട്ട് അവനത് ചെയ്തത്? എന്താ അവൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയില്ലേ? ഇത്ര സഹിക്കാൻ പറ്റുമെങ്കിൽ അവരെ പോയി ഞാൻ കാണിക്കുക. ഈ പാരാത്രിക്ക് മെസ്സഞ്ചറിൽ കോൾ ചെയ്ത് എന്തിനീ പെണ്ണുങ്ങളെ മെസ്സഞ്ചറിൽ കോൾ ചെയ്യുന്നത്? എന്ത് ആവശ്യം സാധിക്കാനാണ് ഇവന്മാർക്ക്? ഈ സിംഗിളെന്ന് കാണുമ്പോൾ തന്നെ മെസ്സഞ്ചർ കോൾ ചെയ്യാനുള്ള ഇവന്മാർക്ക് കോൾ ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ള ലോകത്തുള്ള പെണ്ണുങ്ങൾ. നാറി. ഇനി മേലെ ഇങ്ങനത്തെ തെമ്മാടത്തിനെ കൊണ്ട് ഒരു പെണ്ണുങ്ങടുത്തും പോകരുത്. കാരണം അവൻ്റെ വിചാരം ഞാൻ അവനെ ഒന്നും ചെയ്യത്തില്ല. അത് അവൻ്റെ വെറും തോന്നൽ മാത്രം. അവൻ ഇപ്പം കണ്ടോ ഞാൻ അവന് കൊടുക്കാൻ പോണ പണി എന്താണെന്ന്. കാരണം എനിക്ക് കുറച്ച് രാവിലെ മുതൽ കുറച്ച് ടെൻഷനെ പുറത്തിലുമാണ്. ഞാൻ കുറേ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുറേ പ്രശ്നങ്ങളിൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ വന്ന് ഈ ചൊറിഞ്ഞത് തന്നെ. അവന് അസുഖം ഉണ്ടെങ്കിൽ അവൻ്റെ വൈഫിനെ കാണിക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക. അല്ല, ഞാൻ ഡോക്ടറല്ല ഇത് കണ്ടിട്ട് ഇവൻ്റെ അസുഖം നിർണ്ണയിക്കാനുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ ഇൻബോക്സ് എന്ന് വെച്ചാൽ മ്യൂസിയം അല്ല ഇവൻ്റെ നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് കാണിക്കാനുള്ളത്. അവന് നഗ്നമായി പോയി സ്വന്തം കണ്ണാടി പോയി തുണി അഴിച്ചിട്ട് നിന്ന് നോക്കട്ടെ. എന്തിന് വേറെയുള്ള പെണ്ണുങ്ങളെ കാണിക്കാൻ നിൽക്കുന്ന മാനം കെട്ട ജാതി. സീരിയസ്ലി പറയാ, ഇത് കണ്ടിട്ട് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ ലൈഫിൽ മനുഷ്യൻ അത്രത്തെ ടെൻഷനും കാര്യം നിൽക്കുമ്പോൾ ഇവൻ എന്ത് തെമ്മാടിത്തരാണ് ജീവിതത്തിൽ ഓരോ സ്ത്രീകളുടെ ലൈഫിലും അത് കാണിക്കുന്നത്. അവന് വെള്ളം അടിച്ചെങ്കിൽ അവനെ വാണ്ണാക്കിൽ കൈയിട്ടപ്പോൾ അവൻ ഛർദ്ദിച്ച് കളാം. ലോകത്തുള്ള പെണ്ണുങ്ങളുടെ അടുത്താണോ അവൻ തീർക്കേണ്ടത്? നാറി. അവൻ്റെ ഒരു സോറിയും കീറിയൊന്നും എനിക്ക് വേണ്ട. അവൻ ഇട്ട സമയത്തെ അവൻ പഴിക്കണം, വിഷമിക്കണം. അവൻ നാറി. അവനെനിക്ക് സോറി പറഞ്ഞതുകൊണ്ട് അന്ന് എല്ലാം സ്ക്രീൻഷോട്ട് എടുപ്പോൾ ഞാൻ ഇടാം. അപ്പം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാം, ഇങ്ങനെ ഈ ഒരു പേരുള്ള ഒരുത്തനെയും നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഇവനെ വെക്കരുത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് അടിച്ച് ഇവനെ കളയേക്കാറ്. നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്താൽ എവിടെ ഇവനെ വിളിച്ച് കുറേ സംസാരിച്ച് പറഞ്ഞങ്ങ് വിടും. പക്ഷെ ഇവൻ നാറത്തില്ല. ഇവൻ നാറണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താലേ ഇവൻ ഇനി ഒരു സ്ത്രീയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കാണിക്കരുത്. ഇല്ലെങ്കിൽ സിംഗിളാണെങ്കിൽ സിംഗിൾ മദറെങ്കിൽ സിംഗിളായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് ഇവനെ നഗ്നതാ പ്രദർശനം സിനിമ കാണിക്കരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേസ് ഞാനിത് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് മാനസികമായിട്ട് എന്നെ തളർത്തി. കാരണം അത്രയും വിഷമത്തോടെ ഞാൻ വന്ന് രാത്രി കിടന്നതാണ്. അവൻ എന്ത് ആവശ്യത്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അവൻ്റെ ഈ നിക്കർ പോലും ഇടാത്ത ഫോട്ടോ എനിക്ക് അയച്ചേണ്ട ആവശ്യം എന്താണ്? ഞാനിവിടെ ഒന്നും ഒരു നടത്തുന്നില്ല. വൃത്തികെട്ടവൻ. എനിക്കിതൊന്നും അല്ല പറയാൻ തോന്നി. ഇതിനപ്പുറത്താണ് ആ നാറിയെ തോന്നുന്നത്. കാരണം ഇവരൊന്നും സ്ത്രീകളുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പോലും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവും. വെച്ചാൽ സ്ത്രീകൾ അവനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്. സ്ത്രീകളെല്ലാം രാത്രി വന്ന് ആണുങ്ങളുടെ തുണി മാറ്റി നോക്കുന്ന പെണ്ണുങ്ങളല്ല ലോകത്തുള്ള സ്ത്രീകളൊന്നും. അങ്ങനെയുള്ള ആൾക്കാരത്ത് പോകും. പക്ഷെ ബാക്കിയുള്ള സ്ത്രീകൾക്ക് അങ്ങനെ വരികയേ വേണ്ട. ഇവരെന്താ വിചാരിച്ചത്? ഇത് വന്ന് ഇവരെ പ്രദർശനം സിനിമ കാണിച്ചിട്ട് പോകുമ്പോൾ ഞാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കും. പക്ഷെ ആദ്യം ഇവനിത് കാണിച്ചിട്ടുണ്ട്. ഞാനത് അറിയാഞ്ഞിട്ട് എൻ്റെ മെസ്സഞ്ചർ ഓഫായി കിടന്നതുകൊണ്ട് ഞാനിത് കണ്ടിട്ടില്ല. അവൻ ആ 7 തരം വെച്ചാണ് അവൻ വീണ്ടും എനിക്ക് അയച്ചത്. അത് അവൻ്റെ വീട്ടിലുള്ളവരെ കാണിക്കട്ടെ, ആരാന്ന് വെച്ചാൽ. എന്നെ കാണിക്കാൻ അവൻ വളർന്നിട്ടില്ല. നാറി. അവൻ എല്ലാ ഡീറ്റെയിലും ഇപ്പം ഞാൻ ഇതിനകത്ത് ഇടാം. അപ്പം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാമപ്രാന്തെടുത്ത വൃത്തികെട്ടവന്മാരെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസ്ബുക്കിലോ ഒന്നും വെക്കാൻ പാടില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്യാതെ വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും കൂടെ ഞാൻ ഇവൻ്റെ ഫോട്ടോസ് ആക്കി ഇടും. എന്നിട്ട് ഇവൻ തന്നെ അൺഫോളോ ചെയ്ത് പോകണം. മനസ്സിലായ? കാരണം ഇവൻ ഇത്ര ചെറ്റത്രമാണ് അവൻ കാണിച്ചത്. അവൻ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആവശ്യം. അങ്ങനെ നോക്കിയിരിക്കണം ഫേസ്ബുക്കിൽ ഏത് പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരില്ലാത്ത, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി, അല്ലെങ്കിൽ സിംഗിളായിട്ട് ചെയ്യുന്നത്. അന്ന് അവർക്ക് ഇരിക്കട്ടെ എൻ്റെ നഗ്ന ചിത്രം കൊടുത്ത്. അവൻ എന്ത് സുഖമാണ് അതിൽ കിട്ടിയത്?
ഫ്രോഡ്. ഈ ലോകത്ത് ഇങ്ങനെയും വൃത്തിയിട്ടവന്മാർ, ഇങ്ങനെയുള്ളവന്മാർ കാരണമാണ് ഈ ലോകത്ത് പീഡനവും അതും ഇതും എല്ലാം നടക്കുന്നത്. ഇങ്ങനെയുള്ള നാറികൾ കാരണം. ഇവന്മാരെയൊക്കെ എന്തെങ്കിലും ചെയ്ത് നശിപ്പിക്കാൻ നോക്കണം. ഇതിനൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം. ഇവന്മാരെ പേടിച്ച് ബസ്സിൽ കയറാൻ പറ്റത്തില്ല, ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യുക? ഒരു ഓട്ടോയിൽ കയറാൻ പറ്റത്തില്ല, ഒന്ന് നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോഴെല്ലാം നഗ്നചിത്രങ്ങളുടെ ഓട്ടമാണ്. ഇതെൻ്റെ ഏറ്റവും ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞതാ. ഇതിനൊക്കെ ഒരിക്കൽ നടന്നപ്പോൾ ഇങ്ങനെ നഗ്നചിത്രം അവൾ കണ്ടെന്ന്. ഞാൻ അവളോട് എൻ്റെ വിഷമം ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവളോട് പറഞ്ഞ വൃത്തികെട്ടവന്മാരാണ്. ഇതെല്ലാം ആണുങ്ങൾക്ക് നാണക്കേടല്ലേ ഇങ്ങനെയുള്ള അലവലാദികൾ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും ഇങ്ങനെയുള്ള അവന്മാർ കാരണം നാണക്കേട് തന്നെയാണ്. ഇതൊക്കെ പൂട്ടിക്കെട്ടി വെക്കേണ്ടത് പാരാത്രിയാകുമ്പം അങ്ങ് തുറക്കും. കണ്ടോ പെണ്ണുങ്ങൾ കണ്ടോ? അവൻ്റെ സ്വന്തം വീട്ടിലല്ല അവൻ ഇരിക്കുന്നത്. അവൻ്റെ വൈഫിനെ വിളിച്ചാൽ കാണിച്ചാൽ പോരെ? നീ ഫോട്ടോ എടുത്ത് അവിടെ വാട്സപ്പിലോട്ട് അയക്ക്. എന്തില്ലെങ്കിൽ അവിടെ അവക്കും ഉണ്ടായിരിക്കുമല്ലോ ഫേസ്ബുക്ക്. അതുകൊണ്ട് അവൻ്റെ വൈഫിനെ ആരെങ്കിലും ഒരു അന്യ പുരുഷന്മാരിങ്ങനെ അയച്ചാൽ അവൻ സഹിക്കുമോ? അല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾക്ക് അയച്ചാൽ അവൻ സഹിക്കുമോ? ആർക്കെങ്കിലും അയച്ചാൽ അവൻ സഹിക്കുമോ? ഇല്ലല്ല. ഇത് അതുപോലെയല്ലേ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും. കുറേ തെമ്മാടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരുടെ നന്നാവത്തില്ല വേറുള്ള പെണ്ണുങ്ങളെ നശിപ്പിക്കാനായിട്ട്. മിണ്ടാതിരിക്കുന്ന പെണ്ണുങ്ങളെ അങ്ങോട്ട് ചെന്ന് അണ്ണാക്കിലോട്ട് കൈയിട്ട് കൊടുത്ത് നീയൊക്കെ മിണ്ട് എന്ന് പറയും. എൻ്റെ അടുത്ത് കളിക്കാൻ വരുന്ന കളി നല്ലതല്ല. ഞാൻ നല്ലതെങ്കിൽ നല്ലതായിട്ട് നിൽക്കും, ചീത്തയാണെങ്കിൽ അങ്ങ് അറ്റത്തെ നശിപ്പിച്ച് കളയും. എൻ്റെ പുറമെ എനിക്ക് അത്രയ്ക്ക് പ്രഷറുണ്ട് ഇത് കണ്ടതിൽ. കാരണം എന്നെ അതൊന്നും കാണിക്കാൻ നിൽക്കണ്ട. എനിക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട്, എനിക്ക് കുടുംബമുണ്ട്. അവൻ്റെ നഗ്നചിത്രം പ്രദർശിപ്പിക്കാനുള്ള അല്ല എൻ്റെ ഫേസ്ബുക്ക്, ഇല്ലെങ്കിൽ എൻ്റെ മെസ്സഞ്ചർ ബോക്സ്. അത് അവനിത് കാണണം. ഇതിലും ഞാൻ ഇപ്പോൾ അവൻ്റെ ഫോട്ടോയും സഹിതം നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇട്ട് തരാം. കാരണം ഞാൻ കൂടുതൽ തെറി വിളിക്കാതെ ഇവന് 2 മക്കളുണ്ട്. അവരെങ്കിലും ഈ നാറിയൊന്നും ആലോചിക്കാൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ഇവരെ പേര് കൊടുക്കും. ഇവനെ ഇപ്പം എന്നെ പോലെ എത്ര സ്ത്രീകൾക്ക് ഇവൻ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവന് മക്കളില്ലേ? അവനും പെൺകുട്ടികളില്ലേ? എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഈ എല്ലാം നന്നാക്കി അവരെ കാണിക്കും. ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് ഈ നഗ്നചിത്രങ്ങൾ പ്രദർശനമാണ് ജോലി ഇവൻ്റെ. മറിച്ച് അവൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ അയച്ചു കൊടുത്ത ഇവൻ ചുമ്മാ കൈയും കെട്ടി നോക്കി അയ്യോ നല്ല പടം എന്ന് പറഞ്ഞ് ഇവൻ ഇരിക്കുമോ? അത് അവാർഡിന് വിടുമോ ആ പിക്ചർ? ഇല്ലല്ലോ. അതുപോലെയാണ് എല്ലാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും. അതുകൊണ്ട് നീ ചട്ടിയിട്ട നിനക്ക് കൊള്ളാം. അല്ല നാട്ടിൽ പെണ്ണുങ്ങളെ കാണിക്കാനുള്ള അല്ല നിൻ്റെ സാധനങ്ങൾ. അത് നിൻ്റെ വീട്ടിലുള്ളവരെ കാണിക്കേ. മനസ്സിലായ? എന്നെ കാണിക്കാൻ നിൽക്കണ്ട. നീ നിൻ്റെ വീട്ടിൽ ചട്ടിയിടാൻ നടക്കുകയോ നിൻ്റെ എന്ത് വേണം നിനക്ക് കാണിക്കാം. പക്ഷെ അതിന് വേറുള്ള പെണ്ണുങ്ങളുടെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഈ തെമ്മാടിത്തരം കാണിക്കരുത്. കാണിച്ചാൽ നീ അതിൻ്റെ വിവരം അറിയും. മനസ്സിലായാടാ? വൃത്തികെട്ടവനെ. നടക്കുന്നവൻ്റെ ഒരു മീശയും വിരിച്ച് കുറേ സെലിബ്രിറ്റി സ്റ്റാറ്റസും വെച്ച് ഫിലിം ഇൻഡസ്ട്രി പറയുമ്പോൾ ഫിലിം ഇൻഡസ്ട്രിയാ ഞാൻ. അവിടെ ഇതാ നടക്കുന്നത്. കൂറകൾ ഒരെണ്ണം മതി നല്ല സ്ഥലം ചീത്തയാക്കാൻ, ഇങ്ങനെ പോലുള്ള അലവലാദികൾ. അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രയാണ് കേസ് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ പോവുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. കാരണം അവനവന് സൂഹിക്കരുത്. സമയം കഴിയുമ്പോൾ അവന് സൂഹിക്കുകയാണ്. അതാവരുത്. അവനതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കണം. കേസ് അവനൊരു സോറി പറഞ്ഞ് തീർക്കാനുള്ള അല്ല, അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിത് ഇത്രേ ഉള്ളൂ കേസ് പറയാൻ. അപ്പം ഞാൻ പിന്നെ വരാം. അപ്പോൾ എല്ലാവരും സന്തോഷം സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.